നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 588th day. Today Pradhamaskanda 3rd chapter 25th ശ്ലോകം. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 588ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 25ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 25ാമത്തെ ശ്ലോകം. അദാസോ യുഗസന്ധ്യായാം ദസ്യുപ്രായേഷു രാജസു ജനിതാ വിഷ്ണു യശസോ നാംനാ കൽക്കി ജഗത്പതി. അദാസോ യുഗസന്ധ്യായാം ദസ്യുപ്രായേഷു രാജസു ജനിതാ വിഷ്ണു യശസോ നാംനാ കൽക്കി ജഗത്പതി. ഓം തത്സത്. ഇപ്രകാരമാണ് പദം പിരിക്കേണ്ടത്. അദ അസോ ജഗത്പതിം യുഗസന്ധ്യായാം ദസ്യുപ്രായേഷു രാജസു ജനിത വിഷ്ണുയശസോ നാംന കൽക്കി ജഗത്പതി. അതായത് അതാ എന്ന് പറഞ്ഞാൽ പിന്നെ, അസോ ഈ, ജഗത്പതി ലോകനാഥൻ, പിന്നെ ഈ ലോകനാഥൻ, യുഗസന്ധ്യായാം യുഗാവസാനത്തിൽ, രാജസു രാജാക്കന്മാർ, ദസ്യുപ്രായേഷു കള്ളന്മാരെ പോലെ ആയിരിക്കുമ്പോൾ, വിഷ്ണു യശസ്സിൽ നിന്നും, നാംന കൽക്കി കൽക്കി എന്ന നാമത്തോടുകൂടെ ജനിക്കും. 22ാമത്തെ അവതാരമാണ് ഇവിടെ പറയുന്നത്. 22ാമത്തെ അതും ഇനിയും കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ബുദ്ധാവതാരം മാതിരി ഇനി വരാനിരിക്കുന്നതാണ്. അടുത്ത 22ാമത്തെ അവതാരം ഭഗവാന്റേതിൽ ഭഗവാൻ കലികാലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ രാജാക്കന്മാർ കള്ളന്മാരെ പോലെ പ്രജകളുടെ സമ്പത്തെല്ലാം അപഹരിക്കുമ്പോൾ അവരെയൊക്കെ സംഹരിച്ച് ജനപരിപാലനം ധർമ്മപരിപാലനം നടത്തുവാനായിക്കൊണ്ട് വിഷ്ണു യശസ് എന്നു പേരായ ബ്രാഹ്മണിൽ നിന്നും കൽക്കി എന്ന നാമത്തോടുകൂടി ലോകനാഥനായ ജഗത്പതിയായ ഭഗവാൻ അവതരിക്കും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞു തരണം എന്നുള്ള ശൗനകാദികളുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതാണ് ഈ അധ്യായം. ഓരോ അവതാരം 24 അവതാരത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. ഭഗവാന്റെ അവതാരങ്ങൾ അസംഖ്യമാണ്. എണ്ണാൻ പറ്റാത്തത്ര അവതാരങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ നാം മുഖ്യമായി 10 അവതാരങ്ങളെക്കുറിച്ചാണ് എപ്പോഴും പരാമർശിക്കുന്നത്. എന്നാൽ ഈ അധ്യായത്തിൽ 24 അവതാരങ്ങളെക്കുറിച്ച് ഭഗവാന്റെ പലതരത്തിലുള്ള അവതാരങ്ങളുണ്ട്. അംശാവതാരം, പൂർണ്ണാവതാരം, ഇങ്ങനെ പല അവതാരത്തിനും ഓരോ തരം വിശേഷതകളുണ്ട്. ഇപ്പോൾ 22ാമതായി ഭഗവാൻ അവതരിക്കാൻ പോകുന്ന കൽക്കി അവതാരത്തെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പരാമർശിച്ചത്. ശ്ലോകം ഒരിക്കൽ കൂടി. അദാസോ യുഗസന്ധ്യായാം ദസ്യുപ്രായേഷു രാജസു ജനിതാ വിഷ്ണു യശസോ നാംനാ കൽക്കിർ ജഗത്പതി. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ.
താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.